കുഞ്ഞാവനെ പാട്ട് പഠിക്കാൻ വിടാല്ലേ അച്ഛാ? പാട്ട് പഠിക്കാന് കുഞ്ഞാവയ്ക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടല്ലേ? ആ ഇൻട്രസ്റ്റ്. എന്റെ അമ്മക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പാട്ടുകാരനാവണമെന്ന്. അതെ, എനിക്കത് സാധിച്ചില്ല. അയ്യോ, അത് കഴിഞ്ഞപ്പോ അമ്മക്ക് അടുത്ത ആഗ്രഹം വന്നു. അതെന്താച്ചാ? ഞാൻ കെട്ടണ പെണ്ണെങ്കിലും പാട്ടുകാരിയാവണമെന്ന്. അതെ, എന്നിട്ട് അച്ഛൻ പാട്ടുകാരൻ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അമ്മനെ കണ്ടുമുട്ടിയത്. അമ്മനെ കണ്ടപ്പോ അച്ഛൻ അമ്മ മതി തീരുമാനിച്ചില്ലേ? ഏയ് അങ്ങനല്ല, അമ്മനെ കണ്ടപ്പോ ഞാൻ കരുതി നല്ല കുട്ടി പാട്ടുകാരായിരുന്നെങ്കിലോ. എന്നിട്ടോ? ഞാൻ കയറി അങ്ങോട്ട് മുട്ടി. പേര് വെച്ചപ്പോ ലീല എന്ന് പറഞ്ഞ്. എവിടെ പോയിരുന്നെന്ന് ചോദിച്ച്. പാട്ടിന് പോയിരുന്നെന്ന് പറഞ്ഞ്. പാട്ടിനാ? ആ, എന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഞാൻ ഉറപ്പിച്ച് എന്റെ പെണ്ണ് ഇത് തന്നെയെന്ന്. അങ്ങനെ കെട്ടി. അവസാനമാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അബദ്ധോ? എന്തബദ്ധം? കെട്ട് കഴിഞ്ഞ് ഇവിടെ കൂടി വീട്ടിൽ വന്നപ്പോഴേ അമ്മ പറഞ്ഞ് മോളെ ഒരു പാട്ട് പാടാൻ. എന്നിട്ട് പാടിയാ? ഇവളൊരു പിടിയാണ് പിടിച്ചു. ഹോ, അന്നിറങ്ങിപ്പോയതാ ബന്ധുക്കളൊക്കെ. അതെന്താച്ചാ? അമ്മ പാട്ടിന് പോയെന്ന് പറഞ്ഞപ്പോഴേ ഞാനത്ര കടന്ന് ചിന്തിച്ചില്ല. അമ്മ പാടിയത് ഭരണിപ്പാട്ടാണ്. അയ്യോ, എന്നിട്ടോ? പിന്നീടാണ് അറിയണത് ഇവളെ വീടേ ആദ്യം കൊടുങ്ങല്ലൂർ ഭാഗത്തായിരുന്നു. എന്താണ് പറയണ രണ്ടാളും കൂടി? ഒന്നുമില്ലേ, പണ്ട് നീ നന്നായി പാട്ട് പാടുമെന്ന് പറഞ്ഞതാണ്. പണ്ടല്ല, ഇപ്പോഴും പാടും. പാടണോ? അങ്ങനെ പാടില്ലേ, ഇവള് കേൾക്കട്ടെ നിന്റെ പാട്ടൊന്നും. അയ്യോ, കുഞ്ഞാവേ ചെവിപ്പൊത്തി ഓടിക്കോ.